കേരളത്തിലെ വരുന്ന ഗവൺമെന്റിന്റെ ഹൈക്കമാൻഡ് ഡൽഹിയിലായിരിക്കില്ല, അത് പാണക്കാടായിരിക്കും. 2026 ആർക്കായിരിക്കും സാധ്യത? ശക്തമായ ന്യൂനപക്ഷ കേന്ദ്രീകരണം UDF അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. കണ്ണൂരിലൊക്കെ പലപ്പോഴും നമ്മൾ ഈ കർക്കിടക പോലെ പരേതാന്മക്കൾ വരുന്നത് ഇലക്ഷൻ ഡേയിലായിരുന്നു. അത് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല. ഒരു വലിയൊരു ശതമാനം മണ്ഡലങ്ങളിൽ, അതായത് 3 ഡസനിലധികം മണ്ഡലങ്ങളിൽ BJP ഏതാണ്ട് 40,000-ലധികം വോട്ട് ലഭിക്കുന്നുണ്ട്. ആർക്കായിരിക്കും ഈ BJP കേരളത്തിൽ വളരുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം ഏത് പാർട്ടിക്കാണ്? അല്ല, BJP ഇടത് വലത് മുന്നണികളുടെ വോട്ട് നേടുന്നുണ്ട്. മൂന്നാമതൊരു ബദൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പോടെ അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് അറിയിക്കും. ഗവൺമെന്റിനെതിരായ ജനവികാരമുണ്ട്, പക്ഷെ അത് കൺസോളിഡേറ്റ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് പോകില്ല. ഒന്ന്, പ്രതിപക്ഷം എന്നുള്ള തരത്തിൽ കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയമായിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് ആണോ പ്രതിപക്ഷം, CPM ആണോ പ്രതിപക്ഷം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഹലോ മൈ ഡിയർ വോട്ടേഴ്സ്, അങ്ങനെ നമ്മളെല്ലാം വോട്ട് രേഖപ്പെടുത്തി ഇങ്ങനെ ജനവിധിക്കായി കാത്തിരിക്കുകയാണ്. 2026 കേരള രാഷ്ട്രീയം ശരിക്കും ഒരു കലങ്ങി പറഞ്ഞ അവസ്ഥയിലാണ് അല്ലേ? ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ മത്സരിക്കുന്ന മുന്നണികൾ, വോട്ട് ചോർച്ച, കൂറുമാറ്റം, മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള കസേരകളി, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ. പക്ഷേ ഈ കേരള രാഷ്ട്രീയത്തിന്റെ സമഗ്ര ചിത്രം അരച്ച് കലക്കി കുടിച്ച് ഒരു പ്രത്യേക അതിഥി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, ഡോക്ടർ ജയപ്രസാദ്. നമസ്കാരം. ആദ്യം തന്നെ നമുക്ക് 3 മുന്നണികളുടെ അവകാശവാദങ്ങളിൽ നിന്ന് തുടങ്ങാം. അതായത് കോൺഗ്രസ് പറയുന്നു 100 മുതൽ 110 സീറ്റുകൾ വരെ നേടി കേരളത്തിൽ അധികാരത്തിലെത്തും. അപ്പോൾ LDF പറയുന്നത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന്. ഇനി BJP പറയുന്നത് എന്താണ്? കേരളത്തിൽ തൂക്ക് മന്ത്രിസഭ വരുമെന്ന്. എങ്ങനെ നോക്കിക്കാണാം ഈ 3 മുന്നണികളുടെ അവകാശവാദത്തെ? നമ്മൾ ഇതിനെ നിരീക്ഷിക്കുന്ന ഒരാളെന്ന തരത്തിൽ, തിരഞ്ഞെടുപ്പ് രംഗത്തെ നിരീക്ഷിക്കുന്ന ഒരാളെന്ന തരത്തിൽ നമ്മൾ ഒരു വ്യത്യസ്ത രീതിയിലാണ് കഴിയാം. 3 മുന്നണികളും അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന അവരുടെ അവകാശം തന്നെയാണ്. അതിന് നമ്മൾ തള്ളി പറയുന്നില്ല. പക്ഷേ കേരള രാഷ്ട്രീയം ഒരു വഴിത്തിരിവിലാണ്. അത് ഞാൻ വഴിത്തിരിവിലെന്ന് പറയാൻ കാരണം, കേരള രാഷ്ട്രീയം കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തോട് ചേർന്ന് ഇപ്പോൾ 60-കൾ മുതൽ തന്നെ 2 മുന്നണികളായിട്ട് ധ്രുവീകരിക്കപ്പെട്ടൊരു രാഷ്ട്രീയ പ്രക്രിയയാണ് കേരളത്തിലുള്ളത്. അത് 67 മുതൽ ശക്തമായ 2 മുന്നണികളായി, ഒഫീഷ്യലി തന്നെ 2 മുന്നണികളായി, അതായത് കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ആ 2 മുന്നണികളായി ധ്രുവീകരിച്ച ഒരു രാഷ്ട്രീയ പ്രക്രിയയിൽ നിന്ന് മൂന്നാമതൊരു മുന്നണിക്ക് ഇതുവരെ ഇടം കിട്ടിയിരുന്നില്ല. അപ്പോൾ 2014 ശേഷമുണ്ടായ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അലകൾ കേരളത്തിലുണ്ടാവുകയും കേരളത്തിൽ ക്രമേണ ഒരു 3ാം ബദലിന് സാധ്യതകൾ തെളിയുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പുകൾ, അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ, നിയമസഭ, ഒപ്പം ലോകസഭ, ഈ തെരഞ്ഞെടുപ്പുകളിലെ നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു 3ാം ബദൽ, അതിൽ BJP 2015 ശേഷം കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 2021 അല്പം താഴെ പോയെങ്കിൽ എന്നാൽ ഏതാണ്ട് 15% മുതൽ 20% വരെ, ഇപ്പം ലോകസഭ 24 ലോകസഭയിൽ 20% വരെ വോട്ട് ലഭിക്കേണ്ടായി. ആ 20% വരെ വോട്ട് ലഭിച്ചു എന്ന് മാത്രമല്ല, ഏതാണ്ട് ഒരു വലിയൊരു ശതമാനം മണ്ഡലങ്ങളിൽ, അതായത് 3 ഡസനിലധികം മണ്ഡലങ്ങളിൽ BJP ഏതാണ്ട് 40,000-ലധികം വോട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എക്സാക്റ്റ് കണക്ക് പറയുകയാണെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 29 അസംബ്ലി സെഗ്മെൻറ്റിൽ BJP 40,000-നും 60,000-നും ഇടയിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. 18 മണ്ഡലങ്ങളിൽ 30,000-നും 40,000-നും ഇടയിൽ വോട്ട് ലഭിക്കുകയുണ്ടായി. അതുപോലെ ത്രിതല പഞ്ചായത്തിലെ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാലും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാട്, കാസർഗോഡ്, ഈ ജില്ലകളിലെല്ലാം തന്നെ BJP 20%-ന് മുകളിൽ വോട്ട് നേടുകയുണ്ടായി. അതിൽ തിരുവനന്തപുരം ജില്ലയിൽ 26%-ഓളം വോട്ട് ത്രിതല പഞ്ചായത്തിൽ കിട്ടുകയുണ്ടായി. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ മൂന്നാമതൊരു ബദൽ ഏതാണ്ട് 3 ഡസനിലധികം മണ്ഡലങ്ങളിൽ ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അതിൽ 50ഓളം മണ്ഡലങ്ങളിൽ ശക്തമായ പ്രകടനം ഉണ്ടാവും. അതിൽ തന്നെ നമുക്ക് വിധി നിർണ്ണയിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള വോട്ട് ഷിഫ്റ്റിംഗ് നടക്കും. അപ്പോൾ അതിൽ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും വരാം. 3ാം സ്ഥാനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വളരെ ക്ലോസ് ടു സെക്കൻഡ് എന്നുള്ള തരത്തിൽ, ആ തരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടായിട്ടുണ്ട്. അതായത് കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ ടോട്ടൽ വോട്ട് ഷെയർ മുൻകാലങ്ങളിൽ അത് 95% വോട്ടും ഇടത് വലത് മുന്നണികളായിട്ട് ഡിവൈഡ് ചെയ്യും. അത് ക്രമേണ 2015 ശേഷം അത് മാറിയിട്ട് ഏതാണ്ട് 73-74% ഇടത് വലത് മുന്നണികളുടെ കമ്പൈൻഡ് വോട്ട്. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അവർക്ക് ലഭിച്ചത് 73%-ന് താഴെ മാത്രമാണ്. അപ്പം മൂന്നാമതൊരു ബദൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പോടെ അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് അറിയിക്കും. അതൊരു മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ തുടക്കം എന്നുള്ള തലത്തിലേക്ക്.
അതെ. അപ്പോൾ നമ്മൾ ഈ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ താങ്കളിപ്പോൾ അതിനെപ്പറ്റി വളരെ വിശദമായി തന്നെ പഠിച്ചല്ലോ. 2026 ആർക്കായിരിക്കും സാധ്യത? ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്നത് ഒന്ന് ശക്തമായ ന്യൂനപക്ഷ കേന്ദ്രീകരണം UDFന് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. അനുകൂലമായിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും കേരളത്തിലെ 7 ജില്ലകളിൽ UDFന് വലിയൊരു മേൽക്കോയ്മ ഉണ്ടാവും. അതിൽ പ്രധാനമായിട്ടും 7 ജില്ലകളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് മേൽക്കോയ്മയുള്ള, വിശേഷം ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള 5 ജില്ലകൾ കേരളത്തിലുണ്ട്. അതായത് എറണാകുളം, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട്. ഈ 5 ജില്ലകളിലും ഏതാണ്ട് സമ്പൂർണ്ണ ആധിപത്യം UDFനുണ്ടാവും. അത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ അതുണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് പത്തനംതിട്ടയും കാസർഗോഡ് നിലവിൽ 2 സീറ്റാണ് അവരുടെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ ആയിരിക്കും തുടരുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിലേക്ക് BJP മഞ്ചേശ്വരത്ത് ഇത്തവണ മുന്നേറാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ UDFൻ്റെ സീറ്റായിരിക്കും, ലീഗിൻ്റെ സീറ്റായിരിക്കും അവിടെ നഷ്ടപ്പെടുക. പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ UDFന് ഒരു സീറ്റുമില്ല. അപ്പം പത്തനംതിട്ടയിൽ അവർ സാമാന്യം കുറച്ചുകൂടി നല്ല ഒരു പ്രകടനം UDFന് ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യതയുണ്ട്. പക്ഷേ UDFന് ബ്ലോക്കാകുന്ന ചില ജില്ലകളുണ്ട്. അതിൽ ഇത്തവണ UDFന് അഡ്വാൻറ്റേജ് കോഴിക്കോട് ജില്ലയിലുണ്ടാവും. വിശേഷം മുസ്ലിം മേഖലകളിൽ കോഴിക്കോട് കൂടുതൽ സീറ്റുകൾ ലഭിക്കും. പക്ഷേ UDFൻ്റെ അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് UDFന് ഒരു ചെറിയ 2011 പോലെ ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ സർക്കാരുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം UDFന് കൂടുതൽ സീറ്റ് ലഭിക്കണമെങ്കിൽ അത് തിരുവനന്തപുരം, തൃശ്ശൂർ, വിശേഷിച്ചും തിരുവനന്തപുരം, തൃശ്ശൂർ 27 മണ്ഡലങ്ങളുണ്ട് രണ്ട് ജില്ലകളിലാണ്. ഈ 2 ജില്ലകളിലും UDFൻ്റെ പ്രകടനം വളരെ പുറകിലായിരിക്കും. അതോടൊപ്പം തന്നെയാണ് കൊല്ലം, ആലപ്പുഴ, നമ്മൾ കണ്ണൂർ, പാലക്കാട്, ഈ ജില്ലകളിലും UDFന് മേൽക്കോയ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇടതുപക്ഷം കൂടുതൽ സീറ്റ് നേടുന്നത് ഈ ജില്ലകളിലായിരിക്കും. BJP ഏറ്റവും ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നതും ഈ ജില്ലകളിലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ന്യൂനപക്ഷ മേഖലകൾ എന്ന് ഏതാണ്ട് 52 സീറ്റുകളുള്ള 6 ജില്ലകളുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് മേൽക്കോയ്മ. ഇപ്പം UDF താരതമ്യേന ഈ 2021 മെച്ചപ്പെട്ട വിജയം ഈ ജില്ലകളിൽ നേടുകയുണ്ടായി. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാസർഗോഡ് 3-ൽ 2 സീറ്റ് നിലവിൽ UDFൻ്റെ കൈവശമുണ്ട്. വയനാട് 3-ൽ 2 നിലവിലുണ്ട്. മലപ്പുറത്ത് 16-ൽ 12 നിലവിൽ UDFൻ്റെ കൈവശമാണ്. എറണാകുളത്ത് 14-ൽ 9 UDFൻ്റെ കൈവശമുണ്ട്. കോട്ടയത്ത് 9-ൽ 4 അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലൊരു പ്രതിപക്ഷ വിരുദ്ധ തരംഗമുണ്ട്. കാരണം രണ്ടുപേരും സ്വർണ്ണ കവർച്ചയിൽ പ്രതികളാക്കപ്പെടുന്നു, അല്ലെങ്കിൽ ആ ഒരു ആരോപണം നിലനിൽക്കുന്നു. അപ്പം കോൺഗ്രസിലെ ഈ മുഖ്യമന്ത്രി ചർച്ച, അതായത് വോട്ടിടും മുൻപേ ഇവരുടെ സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങൾ, അത് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്കായിട്ടുള്ള വടംവലികൾ, മുഖം മിനുക്കാൻ വേണ്ടി VD സതീശൻ, ചെന്നിത്തല, അതുപോലെ KC വേണുഗോപാൽ മത്സരിച്ചിപ്പോൾ ഒരു ഡിജിറ്റൽ യുദ്ധത്തിലാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ജനത എന്ന് പറയുന്നത് പ്രബുദ്ധരാണല്ലോ, വോട്ട് ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തെ, ഒരു മുന്നണിയെ ജയിപ്പിക്കുമെന്ന് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയുമോ? അല്ല, ഈ മുന്നണി ജനങ്ങൾ ജയിപ്പിക്കുന്നില്ല. കേരളത്തിൽ പലപ്പോഴും നെഗറ്റീവ് വോട്ട് കൊണ്ടാണ്. കേരളത്തിലിപ്പോൾ നമ്മൾ 77-ന് ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും മാറിയാണ് ഗവൺമെൻറ് വരിക. അതെപ്പോഴും നെഗറ്റീവ് വോട്ട് കൊണ്ടാണ് വരുന്നത്. ഗവൺമെൻറ്റിനെതിരായിട്ട് വോട്ട് ചെയ്യുന്നു, അവർ വിജയിക്കുന്നു. 2021 മാത്രമാണ് ഒരു എക്സെപ്ഷൻ ഉണ്ടായത്. കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ നോക്കിക്കാണണം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ഗവൺമെൻറ്റിനെതിരായ ജനവികാരമുണ്ട്. പക്ഷെ അത് കൺസോളിഡേറ്റ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് പോകില്ല. ഒന്ന്, പ്രതിപക്ഷം എന്നുള്ള തലത്തിൽ കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയമായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനങ്ങളിലും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിട്ട് ഒന്നിച്ച് നിൽക്കുന്നവരാണ്. പാർലമെൻറ്റിനകത്തും പുറത്തും ദേശീയ തലത്തിലും അവർ ഒന്നായിട്ട് നിൽക്കുന്നവരാണ്. അപ്പം കേരളത്തിൽ വന്നിട്ട് രണ്ടായി നിൽക്കുമ്പോഴും നിയമസഭ തന്നെ, കഴിഞ്ഞ നിയമസഭയിൽ 6 യുനാനിമസ് റെസൊല്യൂഷൻ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് അല്ലെങ്കിൽ BJPക്കെതിരായിട്ട് പ്രമേയം പാസ്സാക്കട്ടെ. മറ്റെല്ലാ വിഷയങ്ങളിലും ഒന്നാണ്. ന്യൂനപക്ഷ പ്രീണനത്തിലാണെങ്കിലും ഗാസ വിഷയത്തിൽ എല്ലാത്തിലും ഒന്നിച്ച് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് ആണോ പ്രതിപക്ഷം, CPM ആണോ പ്രതിപക്ഷം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിലെ നമ്മുടെ മുഖ്യമന്ത്രി തർക്കം പറഞ്ഞു, അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം താങ്കൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഇതിനോടകം തന്നെ യൂത്ത് ലീഗും മുസ്ലിം ലീഗും പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അതിനോടൊക്കെ എങ്ങനെ നോക്കിക്കാണുള്ളത്? അത് മുസ്ലിം ലീഗ് അല്ല, കോൺഗ്രസിന് അതൊരു തലവേദനയായി മാറാനുള്ള സാധ്യത. കേരളത്തിലെ വരുന്ന ഗവൺമെന്റിന്റെ ഹൈക്കമാൻഡ് ഡൽഹിയിലായിരിക്കില്ല, അത് പാണക്കാടായിരിക്കും.
ആണോ? പാണക്കാട് തന്നെ ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ ഗവൺമെൻറ് വളരെയധികം ഈ ഇന്നർ കോൺഫ്ലിക്റ്റ് കൊണ്ട് തമ്മിലടിക്കുന്ന, അതാരും മുഖ്യമന്ത്രിയല്ല, അതായത് നമ്മുടെ വി ഡി സതീശനാണെങ്കിലും ചെന്നിത്തലയാണെങ്കിലും വേണുഗോപാലാണെങ്കിലും പരസ്പരം പാരവയ്ക്കുന്ന ആളുകളായിരിക്കും ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ സോളിഡ് ആയിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് UDF-ൽ മുസ്ലിം ലീഗ് ആയിരിക്കും. കാരണം 75, 72, 73 അല്ലെങ്കിൽ 75 സീറ്റ് ഉണ്ടാകുന്ന UDF-ൽ 24 പേരും മുസ്ലിം ലീഗ് ആണെങ്കിൽ 23, 24 സീറ്റ് മുസ്ലിം ലീഗിന് ഉറപ്പായിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആ മുസ്ലിം ലീഗ് ആയിരിക്കും അത് നിയന്ത്രിക്കുന്നത്. മറ്റൊന്ന്, ഡൽഹിയിലെ ഹൈക്കമാൻഡിന് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ താല്പര്യത്തെ എതിർക്കാൻ കഴിയില്ല. കാരണം ഡൽഹിയിലെ ഹൈക്കമാൻഡിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളിൽ 2 മക്കളെയും പാർലമെൻറ്റിൽ എത്തിച്ചത്, അത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പാർലമെൻറ്റിൽ എത്തിച്ചത് മുസ്ലിം ലീഗിനും മുസ്ലിം സമൂഹത്തിനും മേൽക്കോയ്മയുള്ള വയനാട് നിയോജക മണ്ഡലത്തിലെ 7 അസംബ്ലി സെഗ്മെൻറ്റിൽ 5 അസംബ്ലി സെഗ്മെൻറ്റിൽ സമ്പൂർണ്ണ ആധിപത്യം മുസ്ലിം സമൂഹത്തിനുണ്ട്, മുസ്ലിം ലീഗിനുണ്ട്. വിശേഷിച്ച് 4 മണ്ഡലങ്ങളിൽ സമ്പൂർണ്ണ ആധിപത്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുസ്ലിം ലീഗിനെതിരായിട്ട് നിൽക്കാൻ കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന സോണിയാഗാന്ധി കുടുംബത്തിന് അടുത്ത പാർലമെൻറ്റിലെത്താൻ ചില പരിമിതികളുണ്ടാവും. ഞാൻ ആ ഒരു സെൻസിലാണ്, ഞാനല്ലാതെ അതിനെ ഒരു നെഗറ്റീവായിട്ടല്ല പറഞ്ഞത്. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് അതിൻ്റെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്നൊരു സാഹചര്യം വരും. കാരണം മുൻപ് UDF വന്ന സമയത്തൊക്കെ ഇപ്പോൾ K കരുണാകരനെ പോലെ, AK ആൻ്റണിയെ പോലെ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാക്കളുണ്ട്. ഇന്ന് കോൺഗ്രസിൻ്റെ പ്രത്യേകത എല്ലാവരും തലയെടുപ്പുള്ളവരാണ്, അതിൽ ഒരാളും താഴെ നിൽക്കുന്നവരല്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അടുത്ത സർക്കാരിൻ്റെ ഹൈക്കമാൻഡ് മലപ്പുറം ജില്ലയിൽ തന്നെ ആയിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിച്ചതുകൊണ്ട് കള്ള വോട്ടുകളോ പരേതാത്മാക്കളോ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ കണ്ണൂരിലൊക്കെ പലപ്പോഴും നമ്മൾ ഈ കർക്കിടകവാവ് പോലെ പരേതാത്മാക്കൾ വരുന്നത് ഇലക്ഷൻ ഡേയിലായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല. അപ്പോൾ ആരുടെയൊക്കെ വോട്ട് ബാങ്കിലാണ് ശരിക്കും ചോർച്ച വീഴുന്നത്? അപ്പം BJPക്ക് പലയിടങ്ങളിലും 2ാം ശക്തിയാവുന്നത് അല്ലെങ്കിൽ പലയിടത്തും ജയിച്ചു കയറുന്നത് ഇവിടെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ നിന്ന് മാത്രമായിരിക്കില്ലല്ലോ, മറ്റു പാർട്ടിയുടെയും കൂടി വോട്ട് സ്വീകരിച്ചു. അപ്പോൾ ആർക്കായിരിക്കും ഈ BJP കേരളത്തിൽ വളരുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം ഏത് പാർട്ടിക്കായിരിക്കും? അല്ല, BJP ഇടത് വലത് മുന്നണികളുടെ വോട്ട് നേടുന്നുണ്ട്. കാരണം നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ ഈ ആദ്യ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ നഷ്ടം വന്നിരിക്കുന്നത് ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ BJP താരതമ്യേന വളർന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ലോകസഭയിൽ 33% വോട്ട് തിരുവനന്തപുരം ജില്ലയിലെ ശരാശരി 14 മണ്ഡലങ്ങളിൽ നമുക്ക് ലോകസഭയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ തരത്തിലൊരു ജനകീയ പാർട്ടിയായി മാറിക്കഴിഞ്ഞു. മറ്റ് 2 മുന്നണികളായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പം ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കും BJPക്ക് ശക്തമായി മുന്നേറ്റമുണ്ട്. ഇതിൽ UDF-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെ ഒരേപോലെ വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകളാണ് ഇവിടെ ബാലൻസ് അല്ലെങ്കിൽ ഫൈനൽ വേർഡിക്റ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ ലോകസഭയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പാറശാല, കോവളം, നെയ്യാറ്റിൻകര ഈ മണ്ഡലങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലോകസഭയിൽ LDF-ന് ലഭിക്കുന്നതിൻ്റെ ഇരട്ടി വോട്ടാണ് നിയമസഭയിൽ ലഭിക്കുന്നത്. അതായത് അതേ ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും നിയമസഭയിലും ലോക്കൽ ബോഡി വരുമ്പോഴും. അപ്പം തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഇപ്പോൾ ഒരു സീറ്റിൽ ആകുന്നതിന് ഒരു പ്രധാന കാരണം BJPയുടെ വളർച്ചയാണ്. കോൺഗ്രസിന് കാരണം ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നഷ്ടമാകുന്നത് LDF-നായിരിക്കും. അതിൽ കോൺഗ്രസിൻ്റെ പക്ഷത്ത് നിന്ന് BJPയിലേക്ക് വരാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളെന്ന് പറയുന്നത് നമുക്കിപ്പോൾ മഞ്ചേശ്വരവും കാസർഗോഡും അല്ലെങ്കിൽ പാലക്കാട് പോലെയുള്ള 3 മണ്ഡലങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പം പാല ജയിച്ചവരാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ബാക്കിയെല്ലാം തന്നെ BJP ജയസാധ്യതയും ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞ മണ്ഡലങ്ങൾ എല്ലാം തന്നെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് കുന്നത്തുനാടാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും കാട്ടാക്കടയാണെങ്കിലും തിരുവനന്തപുരം നഗരത്തിലെ നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് നിലവിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടതു മുന്നണിയും വലതു മുന്നണിയുടെയും വോട്ടുകൾ BJP നേടുന്നുണ്ട്. പ്രധാനമായിട്ട് BJPയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിൽ തന്നെയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ക്രിസ്ത്യൻ മേഖലകളിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് കുറച്ച് വോട്ടുകൾ BJPക്ക് ലഭിക്കുന്നുണ്ട്. അത് ആ തരത്തിൽ പ്രവർത്തനം നടത്തിയ ക്രിസ്ത്യൻ സംഘടനകളായി BJPയിൽ ചേർന്ന് ഇപ്പോൾ PC ജോർജ് സംഘടനാപരമായിട്ട് BJP ലയിച്ചതിൻ്റെ ഫലമായിട്ടാണ് പൂഞ്ഞാർ മേഖലയിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചത്. അപ്പോൾ 2004 കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് ബദലായി NDA സ്ഥാനാർത്ഥിയായിട്ട് PC തോമസ് ജയിച്ചിരുന്നു മൂവാറ്റുപുഴയിൽ. അതിനൊരു പ്രധാന കാരണം വിജയസാധ്യതയുണ്ടെങ്കിൽ ആളുകൾ വോട്ട് കൊടുക്കുമെന്നുള്ളത്. പക്ഷേ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള തലത്തിൽ
ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വോട്ടിലേക്ക് BJP ആ തരത്തിലേക്ക് കടന്നു ചെന്നിട്ടില്ല. പ്രധാനമായിട്ടും ഹിന്ദു മേഖലകളിൽ തന്നെയാണ്. അപ്പോൾ വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. താങ്കളുടെ വിലയേറിയ വിശകലനത്തിനും രാഷ്ട്രീയ നിരീക്ഷണങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും നന്ദി.